ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ ഓടിപ്പോയി കുളിച്ച് വേഗം തന്നെ പൂജാമുറിയിൽ വന്ന് വിളക്ക് കൊളുത്തി നേരെ കിച്ചണിലേക്ക് കയറുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അടുക്കളയിൽ കയറുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ വിചാരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, എവിടുന്ന് നടക്കില്ല. കാരണം കൊറോണ വന്നപ്പോൾ വിളിക്കാതെ കൂടെ കൂടിയ ഒരാളാണ് നമ്മുടെ കഫക്കെട്ടും മൈഗ്രെയിനും. ഒന്ന് നേരത്തെ കുളിച്ചാലോ പൊടിയൊന്നടിച്ചാലോ ഇവർ രണ്ടുപേരും ക്ഷണിക്കപ്പെടാതെ ഇങ്ങോട്ട് പോരും കേട്ടോ. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ, 2 ദിവസത്തേക്ക് കിടപ്പാന്നേ. അങ്ങനെ നീണ്ട ഇടവേളകൾക്ക് ശേഷം, അതായത് നീണ്ട പനിക്ക് ശേഷം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. തലേന്ന് പിന്നെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് വെക്കുന്നത് കൊണ്ട് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ വലിയ പണിയില്ല കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നമ്മുടെ അരി കഴുകി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. മക്കൾക്ക് ലഞ്ച് കൊടുത്തു വിടണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് നമ്മൾ ഇടിയപ്പം കിഴങ്ങറിയാണ് സെറ്റാക്കുന്നത്. അങ്ങനെ വേഗം തന്നെ ഏട്ടൻ അരിഞ്ഞ് തന്നിട്ടുള്ള ഉരുളക്കിഴങ്ങും സവോളയും നമ്മൾ കുക്കറിലാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ ഇടിയപ്പത്തിനുള്ള മാവെല്ലാം കറക്കി ദാപ്പച്ചെമ്പിലേക്ക് ആക്കി ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കിച്ചണിൽ തകൃതിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട്. നേരം പരപരാ പിളർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചോറൊക്കെ വെന്തോന്ന് നോക്കുന്നതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞു ചെക്കൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കിപ്പോൾ 7 വയസ്സായെങ്കിലും ഇപ്പോഴും എൻ്റെ ഒക്കത്തിരിക്കാൻ പറ്റൂ കേട്ടോ. ചിലപ്പോൾ തോന്നും ഇവനിങ്ങനെ വളരാണ്ടിരിക്കുന്നത് എനിക്കിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനാവുമെന്ന്. ചിലപ്പോൾ ഇങ്ങനെ അവൻ്റെ ശരീരമൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് കേട്ടോ. സാരമില്ല, അവൻ നന്നായിക്കോളും. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ അങ്ങോട്ട് വാർത്തിട്ടു. വേഗം തന്നെ കിഴങ്ങേറിയും സെറ്റ് ചെയ്തു കേട്ടോ. ഈ ഇടിയപ്പവും ഉരുളക്കിഴങ്ങും ഉള്ള ദിവസങ്ങളിൽ എൻ്റെ കുഞ്ഞിന് എന്താണെന്നറിയില്ല, നേരത്തെ വിശക്കും. അപ്പോൾ അമ്മ ഞാൻ കഴിച്ചിട്ട് കുളിച്ചോളാമെന്ന് പറഞ്ഞു. പൊന്നൂസ് പിന്നെ എണീറ്റ് കുളിച്ചിട്ട് വന്നതിന് ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടാളും കുളിച്ച് റെഡിയായിട്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചായ കുടിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. യൂണിഫോം ഇടലും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ പണികൾ ഇല്ല കേട്ടോ. അപ്പം മക്കളെല്ലാവരും തന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എൻ്റെ ഊഴാണ് കേട്ടോ. അപ്പം ഞാനായിട്ട് ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഞാനും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാനും അച്ചൂടിനും ഒന്ന് ഉടക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ കോംപ്രമൈസാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഞങ്ങളുടെ ഇടയ്ക്ക് ഇത് പതിവാണ്, ഓരോ 5 മിനിറ്റിലും ഞങ്ങൾ അടിയാണ് കേട്ടോ.